അസ്സലാമലൈക്കും. യാസി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് മെലസ്ട്രോമ, നല്ല അടിപൊളി തൈയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ മെലസ്ട്രോമ ഇതെങ്ങനെയാണ് നമ്മൾ മണ്ണിൽ നട്ടുപിടിപ്പിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആ ചുവപ്പ് പോയിട്ടോ പോയോ? അപ്പോൾ നമ്മൾ പ്ലാന്റ് നടുന്ന സമയത്ത് ആദ്യം അത് ബ്ലേഡ് വെച്ച് കീറി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേരിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ നമ്മൾ ഇത് കീറി കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ, മെലസ്ട്രോമ. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് വേണമെങ്കിൽ ഒന്ന് അടർത്തി മാറ്റാം. കുറച്ചിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് അടർത്തി മാറ്റാം. ഇത് മണ്ണിൽ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് മണ്ണ് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കളഞ്ഞു കൊടുത്താൽ മതിയേ. നമ്മളെ ചെടീൻ്റെ വേരിന് ഒരു ക്ഷതവും സംഭവിക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ പിടിച്ച് കിട്ടാത്ത പ്ലാന്റാണ്, എല്ലാവർക്കും ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന പ്ലാന്റാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് കളഞ്ഞു കൊടുത്താൽ മതി. വേരൊക്കെ നല്ല സ്മൂത്ത് ഇതാണ് കേട്ടോ, നല്ല അടിപൊളി വേരാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നമ്മളെ മെലസ്ട്രോമ തൈയാണ്. അപ്പോൾ നമുക്ക് നേരെ പ്ലാന്റ് നടാം. നമ്മൾ നിലത്താണ് നടുന്നത് കേട്ടോ. അപ്പോൾ നിലത്ത് നടുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? വളം ഇട്ട് കൊടുക്കണം. അപ്പം വളം നമ്മളെ കൂട്ടുവളമാണ്, നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വളമാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് മണ്ണിലിട്ട് കൊടുക്കാം. ജൈവവളമായതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഇട്ട് കൊടുത്താൽ വിഷയമില്ല. ഈ അടിവളമാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത്. അടിവളം കൊടുത്താൽ തന്നെ പ്ലാന്റ്സ് നന്നായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ആദ്യം എന്താണ് അത് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. മണ്ണ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇട്ട് കൊടുത്ത വളം മൂടുന്ന രീതിയിൽ നമ്മൾ മണ്ണ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ മെലസ്ട്രോമ തൈ ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് നമ്മളെ മെലസ്ട്രോമ തൈ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റോളം മണ്ണിട്ട് കൊടുക്കുക. ഇത് പിന്നെ ബഡ് തൈയൊന്നുമല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ഇഷ്ടംപോലെ അതിൻ്റെ വേര് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് മണ്ണിട്ട് മൂടാം. ഓക്കെ, അപ്പോൾ നമ്മളെ കളച്ചെടുത്തിട്ടുള്ള മണ്ണ് ഇത് ചുറ്റോറം മൂടിക്കൊടുക്കുക. നിങ്ങൾ വല്ല ആയുധം ഉണ്ടെങ്കിലും കൃഷിൻ്റെ ആയുധം ഉണ്ടെങ്കിൽ അത് വെച്ചാണ്ട് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് കൈ വെച്ച് ചെയ്യുന്നത്. എനിക്ക് കൃഷിയുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല.